കൂട്ടുകാരെ നമസ്കാരം. ദോഹ ടു മദീന റോഡ് ട്രിപ്പിലെ രണ്ടാമത്തെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ദോഹയിൽ നിന്നും ഇറങ്ങി സൽവ ബോർഡറിലൂടെ വന്ന് ഹഫൂഫിലുള്ള നമ്മുടെ ബ്രദർ ഹിഷാമിനെയും കണ്ട് വൈകുന്നേരം ഒരു 4:30 മണിയോടുകൂടെ റിയാദ് ടൗണിലെത്തി. അവിടെ അൽ സുലൈമാനിയ ഏരിയയിലെ അൽ മുസാഫിർ ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. ആ ഏരിയ നല്ലൊരു ഏരിയ ആയിരുന്നു. ഒരുപാട് കടകളും സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ട് കഴിഞ്ഞ രാത്രി ഞങ്ങൾ അവിടെ നിന്നാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഭക്ഷണം കഴിച്ച് ഇനി റിയാദിൽ നിന്നും മദീനയിലേക്കുള്ള യാത്ര തുടങ്ങുകയായി. അപ്പോൾ ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ളത് ഏകദേശം ഒരു 900-ലധികം കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. റിയാദിൽ നിന്നും ബുറൈദ വഴി, ബുറൈദയിൽ നിന്ന് നേരെ മദീന. ബുറൈദ എന്ന് പറയാൻ കാരണം ഈ റൂട്ടിൻ്റെ ഇടയിലുള്ള വലിയൊരു സിറ്റിയാണ് ബുറൈദ. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ പള്ളിയിൽ പോയി അവിടെ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് മദീനയിലേക്ക് പോകാനുള്ള പ്ലാനാണുള്ളത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങല്ലേ. ഈ കാണുന്നതെല്ലാം നമ്മുടെ റിയാദിൻ്റെ ടൗണിലുള്ള കാഴ്ചകളാണ്. വെള്ളിയാഴ്ച രാവിലെ നേരത്തെ ഒരു 7:30 മണി 8 മണി ആയതുകൊണ്ട് തന്നെ ആളുകളും വണ്ടികളൊക്കെ നന്നേ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയൊക്കെ ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ കമ്പനിയുടെ സൗദിയിലുള്ള ഹെഡ് ഓഫീസിൻ്റെ മുന്നിലൂടെയാണ് ഞാൻ പോയത്. അങ്ങനെ ഞങ്ങൾ സിറ്റി എല്ലാം കഴിഞ്ഞ് ഇതാ വീണ്ടും മരുഭൂമിയുടെ കാഴ്ചകളിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ചൂട് കാണിക്കുന്നത് ഇപ്പോൾ 39 ഡിഗ്രിയാണ്. അങ്ങനെ മരുഭൂമിയുടെ വിജനമായ കാഴ്ചകളിലേക്ക് ഇതാ വീണ്ടും നമ്മൾ ഇറങ്ങുകയാണ്. വിജനമായ റോഡുകളും ചൂടും ഒട്ടകങ്ങളും അങ്ങിങ്ങുമായിട്ട് ചെറിയ ചെറിയ പച്ചപ്പൊക്കെ ആയിട്ട് നീണ്ട വലിയൊരു യാത്ര. എന്നാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മരുഭൂമിയുടെ സൗന്ദര്യം ശരിക്കും ആസ്വദിച്ചൊരു യാത്രയായിരുന്നു ഇന്നത്തെ യാത്ര. ആ കാഴ്ചകളൊക്കെ ഇതാ വഴിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ വരുന്നൊരു കാഴ്ച അത് ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടോ. വലിയൊരു മലയെ അരിഞ്ഞിറക്കിയിട്ട് റോഡുണ്ടാക്കിയിരിക്കണു. ആ റോഡ് സ്റ്റീപ്പായിട്ട് ഒരു താഴ്വാരത്തേക്ക് ഇറങ്ങുകയാണ്. ആ താഴ്വാരത്ത് കുറച്ച് പച്ചപ്പ് കാണുന്നില്ലേ നിങ്ങൾക്ക്? അത് കഴിഞ്ഞ് ആ താഴ്വാരത്തിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം നല്ല ഓറഞ്ച് കളറുള്ള മണലാണ്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു വൈറ്റ് കളറുള്ളതാണെങ്കിൽ ആ കാണുന്നത് നല്ല ഓറഞ്ച് കളറുള്ള മണലാണ്. ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ. റിയർ വ്യൂ മിററിലൂടെ അതാ മല നമുക്ക് കാണാം. പക്ഷേ വീഡിയോയിൽ അത് വളരെ ചെറുതാണ്. ശരിക്കും അത് വലിയൊരു മലയിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. പോകുന്ന സമയത്ത് ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒരു പമ്പ് കാണുമ്പോൾ പെട്രോൾ അടിക്കും. അവിടെ നിന്ന് വണ്ടി തണലത്ത് ഒരു 15-20 മിനിറ്റ് നേരം നമ്മളൊന്ന് ഓഫ് ചെയ്തിടും. കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ വണ്ടി നന്നായിട്ട് ചൂടാവും. അപ്പോൾ അതൊന്ന് ശമിക്കാൻ വേണ്ടിയിട്ടാണ്
കുറച്ച് സമയം വണ്ടിക്കും നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നത്. ഇതായി കാണുന്ന വൈറ്റ് കളറിൽ കാണുന്നത് ഉപ്പുപാടങ്ങളാണ്. കടൽ ഇവിടുന്നൊക്കെ ഒരുപാട് ദൂരെയാണ്, ഒരുപാട് കിലോമീറ്ററുകൾ ദൂരെയാണ് കടൽ. പക്ഷെ മരുഭൂമിയിലും ഉപ്പുപാടങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തന്നൊരു യാത്ര കൂടിയായിരുന്നു ഇന്നത്തെ യാത്ര. അങ്ങനെ ഞങ്ങളിതാ ബുറൈദയിലെത്തി. ഇവിടെ നമുക്ക് പള്ളിയിലൊന്ന് കയറണം, അതേപോലെ തന്നെ ഭക്ഷണവും കഴിക്കണം. അപ്പോൾ ഈ ഹൈവേയിൽ നിന്നും ഒരു 17 കിലോമീറ്റർ ഉള്ളിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ഉള്ളിലേക്ക് പോയാലാണ് ബുറൈദ ടൗൺ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ബുറൈദ ടൗണ് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ഇതാ ഈ കാണുന്ന പള്ളിയിലാണ്, ഒരു പുതിയ പള്ളിയാണ്. ഇതിലാണ് ഞങ്ങൾ ജുമാ നമസ്കാരം നിസ്കരിച്ചത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ബുറൈദ ടൗണിൽ തന്നെയുള്ള ഹോട്ടൽ ന്യൂ സാഗർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. സാമാന്യം ഭേദപ്പെട്ടൊരു ഹോട്ടൽ തന്നെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണവും നല്ല രസമായിരുന്നു. ഞങ്ങൾ നല്ല ദം ബിരിയാണി, നല്ല ദം ബീഫ് ബിരിയാണിയാണ് ഞങ്ങളന്ന് കഴിച്ചത്. നല്ല ബിരിയാണി ആയിരുന്നു. ബുറൈദ ശരിക്കും നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഈത്തപ്പനത്തോട്ടങ്ങൾ നമ്മൾ കണ്ടു. റോഡ് സൈഡിലൂടെയൊക്കെ ഒരുപാട് ഈത്തപ്പഴത്തോട്ടങ്ങൾ, അതും വലിയ വലിയ ഈത്തപ്പഴത്തോട്ടങ്ങൾ കാണാൻ സാധിച്ചു.
യാത്രയുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഖത്തറിൽ നിന്ന് ഇറങ്ങിയിട്ട് 1210 കിലോമീറ്റർ ഓൾറെഡി പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ റിയാദിൽ നിന്നും ബുറൈദ വഴിയാണ് വരുന്നത്. അപ്പോൾ ബുറൈദയിൽ നമ്മൾ പിന്നെ പള്ളിയിലൊക്കെ പോയി, അതായത് ബുറൈദ ഹൈവേയിൽ നിന്നും ഒരു 17 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം, ടൗണിലേക്ക്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോയി അവിടെ ഒരു പള്ളിയിൽ പിന്നെ ജുമായൊക്കെ കൂടി, അതിനുശേഷം അവിടെ തന്നെയുള്ളൊരു പിന്നെ കേരള റെസ്റ്റോറൻറ്റിൽ നിന്നൊരു ബിരിയാണിയൊക്കെ കഴിച്ച്, നല്ല ബീഫ് ദം ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല ചൂടുണ്ട്. തിയേറ്ററിൽ ഇപ്പോൾ 44 കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു 2.5 മണിക്കൂർ കൂടുമ്പോൾ വണ്ടി നിർത്തി വണ്ടിയിലേക്ക് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് വീണ്ടും യാത്ര. ഒരു 15-20 മിനിറ്റോളം വണ്ടി ഓഫ് ചെയ്തിട്ടിട്ട് ആണ് നമ്മൾ വീണ്ടും യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ മദീനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 10-50 കിലോമീറ്റർ ഇനി മദീന സിറ്റിയിലേക്കുള്ളൂ. മദീനയിലേക്ക് എത്തുമ്പോൾ ഈ വലിയ വലിയ മലകളാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മലകൾ. അങ്ങനെ നമ്മുടെ ഈ നീണ്ട യാത്ര 1400 കിലോമീറ്ററുകൾക്കിപ്പുറം മദീനയിലേക്ക് എത്തിച്ചേർന്നു. ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ തന്ന സുന്ദരമായൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ ഈ ട്രിപ്പ്. പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു എന്നൊഴിച്ചാൽ ബാക്കിയൊക്കെ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് ഹറമൈൻ സ്റ്റേഷൻ. മദീനയിൽ നിന്നും മക്കയിലേക്കും ജിദ്ദയിലേക്കൊക്കെ പോകുന്ന ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണ് ആ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ കൂടെ കൂടിയതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.